ജി സുധാകരൻ്റെ ഇതുവരെയുള്ള പരാമർശങ്ങൾ രാഷ്ട്രീയ പരാമർശങ്ങളാണ്. അത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നം എന്നതിലപ്പുറം ഒരു വലിയ നിയമപ്രശ്നമായിട്ട് വരാൻ പോവുകയാണ്. ക്രിമിനൽ പ്രവർത്തനമാണ്. എന്ന് വെച്ചാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 51 അതാണ് നമ്മളെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളെ അതിന് ആധാരമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. അതിൽ 121, 132 ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ രണ്ട് വകുപ്പുകൾ പ്രകാരവും ക്രിമിനൽ ഒഫൻസാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം ഒരു തപാൽ വോട്ട് എന്ന് പറയുമ്പോൾ അതൊരു ബാലറ്റാണല്ലോ, ഉദ്യോഗസ്ഥന്മാരുടെ ബാലറ്റാണ്. അത് ഡിഫേസ് ചെയ്തു, അതിനെ ഡിസ്ട്രോയ് ചെയ്തു. ഈ രണ്ടർത്ഥത്തിലും അത് ആ ഒരു വകുപ്പ് പ്രകാരം ക്രിമിനൽ ഒഫൻസായി മാറുന്നുണ്ട്. അദ്ദേഹം അതിലെങ്ങനെയാണ് കള്ളവോട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം തപാൽ ഇതിനകത്ത് വോട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ചെയ്തത് മറ്റേ പാർട്ടിക്കാണെങ്കിൽ അസാധുവാക്കുമായിരിക്കും ചെയ്തിട്ടുണ്ടാകും, വേറെ എന്തെങ്കിലും കുത്തി വരച്ചിട്ട്. അതെന്താണ് അദ്ദേഹം പറയുന്നത്? ഒരു വര അധികം ഇട്ടാൽ മതി. എനിവേ അത് ഡെസ്ട്രോയ് തപാൽ ഉരുപ്പടികൾ ബാലറ്റ് പേപ്പർ ഡെസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ചു എന്ന വകുപ്പിൽ അത് പെടും. രണ്ടാമത്തേത് ഇതിൻ്റെ സീക്രസിയാണ്. 136 വകുപ്പ് അതാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്നുവെച്ചാൽ ഒരാളുടെ വോട്ട് അത് രഹസ്യമായിരിക്കണം എന്നുള്ള ഒരു ഇത് അതും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അത് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, ഓൺ റെക്കോർഡ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദപ്പെട്ട ബോഡികൾ അവർ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ തഹസിൽദാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് അതിൻ്റെ അടുത്ത നിയമപരമായ നടപടിയിലേക്ക് കടക്കുമായിരിക്കും. അപ്പോൾ ഇത് പാർട്ടിക്ക് ബുദ്ധിമുട്ടാവില്ല വെച്ചാൽ നിശ്ചയമായും പാർട്ടിക്ക് ബുദ്ധിമുട്ടാകും. കാരണം CPM മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിൽ ഈ നിലക്കുള്ള പലതരത്തിലുള്ള ഫ്രോഡുലൻസ് അതിക്രിയകൾ നടക്കാറുണ്ടെന്നുള്ളത് എല്ലാവരും പരസ്പരം ആരോപിക്കുന്നതാണ്. ആ ആരോപണം ഏറ്റവും അധികം ഏറ്റുവാകുന്നൊരു പാർട്ടിയാണ് CPIM. അപ്പോൾ അത് CPM അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വിജയിക്കാറുള്ളത് എന്നുള്ള കാര്യം അവരുടെ തന്നെ ഒരു നേതാവ് എൻഡോസ് ചെയ്തിരിക്കുകയാണ് ഉള്ളത്. അപ്പോൾ CPM ജി സുധാകരൻ നിയമപരമായ കുരുക്കിൽപ്പെടുകയാണെങ്കിൽ CPM രാഷ്ട്രീയമായ ഒരു പ്രശ്നത്തിലാണ് പെടുന്നത്. അപ്പോൾ ഇതെന്തിനാ ഇദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ പരിപാടി എന്താണെന്നറിയോ? NGO യൂണിയൻ്റെ സമ്മേളനമാണ്. അതിലൊരു പ്രത്യേക സെഷനാണ്. സമരക്കരുത്തിൻ ഓർമ്മത്തിരകൾ എന്നാണ് ഈ സെഷൻ്റെ പേര്. അപ്പോൾ മുമ്പ് കാലത്ത് അതായത് ആ തലക്കെട്ടിൽ നടത്തിയ മുൻകാല നേതാക്കളുടെ സംഗമമാണ്. അപ്പോൾ മുൻകാല നേതാക്കൾ അവരുടെ സമരാനുഭവങ്ങൾ അയവിറക്കുന്നൊരു സെഷനാണ്. അപ്പോൾ ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സമരാനുഭവമാണല്ലോ, ഒരു വിപ്ലവ പ്രവർത്തനമാണ്. അതിൻ്റെ ഓർമ്മത്തിരകളാണ്. സമരക്കരുത്തിൻ്റെ ഓർമ്മത്തിരകൾ ഇങ്ങനെ തിരയടിച്ച് വരുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട പഴയൊരു വിപ്ലവ പ്രവർത്തനം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അത് സ്വാഭാവികമായി അയവിറക്കപ്പെടുകയാണ് ചെയ്തത്. ഇതിലിപ്പോൾ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മസിൽ പവറിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആരും അംഗീകരിക്കില്ലെങ്കിലും. മസിൽ പവർ, മണി പവർ, ഇതാണ് തെരഞ്ഞെടുപ്പിന് നിശ്ചയിക്കുന്ന ഘടകം. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളിൽ 90%, 95%, 98% വോട്ടിംഗ് ഉണ്ടാവും, പോളിംഗ് ഉണ്ടാവും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും വിദേശത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ ഏത് പാർട്ടിക്കാണോ അവിടെ ആധിപത്യമുള്ളത് അവർ വന്ന് ചെയ്തു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ CPM ആണ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPM-നാണ് അതിലെ ഏറ്റവും കെങ്കേമമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ പഴുതടച്ച് ഫലപ്രദമായി എല്ലാ പ്രതിരോധങ്ങളെയും മറികടന്നുകൊണ്ട് ചെയ്യുവാനുള്ള ശേഷി ആ പാർട്ടിക്കുള്ളതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ആ പാർട്ടി അത് ചെയ്യുന്നുണ്ടാവും.